എന്താണെങ്കിലും വിലയിരുത്തലുകൾ വരുന്നു. ആഭ്യന്തരമന്ത്രി അതിലൊരു പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വി അരുൺ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? അവിടെ ഈ പറയുന്ന ലിസ്റ്റിലുള്ള ആളുകളെ കൈമാറാനുള്ള ശ്രമത്തിലാണോ, നീക്കത്തിലാണോ അവിടെ CPM നേതൃത്വം? മാറ്റിയിട്ടുണ്ട്. മറ്റു പ്രവർത്തകർ വൈകാതെ ഇവിടെ എത്തി അവരെ കസ്റ്റഡി എടുക്കുന്ന പോലീസ് പ്രവർത്തകരെ പാർട്ടി ഓഫീസിൽ പിടിക്കുകയല്ല, മറിച്ച് അവരെ കൈമാറാനുള്ള തീരുമാനമാണ് പോലീസിന്റെ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായത്. CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം, വഞ്ചൂർ ഏരിയ കമ്മിറ്റി, പാളയം ഏരിയ കമ്മിറ്റി അംഗം, DYFI നേതാവ് ഷാഹിൻ അടക്കമുള്ള പ്രവർത്തകരെയാണ് ഇപ്പോൾ കൈമാറുന്നത്. കേസിൽ പ്രതികളായി പോലീസ് ആവശ്യപ്പെടുന്നത്, വാഹനം ആക്രമിച്ച് കേസിൽ പ്രതികളായി പോലീസ് ആവശ്യപ്പെടുന്നത്. രണ്ടുപേർ ഇതിനകം തന്നെ പോലീസിന്റെ വാഹനത്തിലേക്ക് ഞാനിപ്പോൾ ദൃശ്യങ്ങൾ കൈമാറുന്നുണ്ട്, അതിലേക്ക് മാറ്റുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ കസ്റ്റഡിയിൽ ഒരാൾ കൂടി ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ 6 പേരെ ഉടൻ തന്നെ ഇവിടേക്ക് മാറ്റും. കൂടുതൽ പ്രവർത്തകർ ഇതിനകം ഇപ്പോൾ ഒരാൾ കൂടി ഇവിടേക്ക് എത്തി, അയാളെ കൂടി പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നുണ്ട്. നേതാക്കൾ, CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ള SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. എന്താണ് അതെടുത്തോ? റൈറ്റ്, അരുൺ സൂചിപ്പിച്ചതുപോലെ ചില ആളുകളെ വാഹനത്തിലേക്ക് കയറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഡാൻ, അത്തരം ദൃശ്യങ്ങൾ നമുക്കുണ്ടോ? അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന നേരത്തെ ഡാൻ സൂചിപ്പിച്ച ലിസ്റ്റിലുള്ള ആളുകളെ തന്നെയാണോ ഏരിയ കമ്മിറ്റിയിൽ നിന്നും കൈമാറുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക്? കാരണം അത്തരത്തിൽ മാറ്റിയ ആളുകളെ നൽകാൻ കഴിയില്ല. കാരണം ഇതിന്റെ ദൃശ്യം പുറത്തു വന്ന പോലീസ് വീഡിയോയിൽ പാളയത്ത് അവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ വലിയ സംഘർഷാവസ്ഥയായിരുന്നു. നേരത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് മുന്നിൽ നടന്ന സംഭവങ്ങൾ, അതിനുശേഷം കൂട്ടായി തന്നെ ആ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് പ്രവർത്തകരെത്തി. അവിടെ തന്നെ വലിയ പോലീസ് സന്നാഹം എത്തിയത് പ്രതികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അക്രമം നടത്തിയ ആളുകളെ പിടികൂടണം, അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിലപാടിലാണ് DCP-മാരുടെ നേതൃത്വത്തിലെത്തിയത്. പക്ഷേ പ്രവർത്തകർ മുന്നിൽ അണിനിരന്നു, നേതൃത്വം മുന്നിൽ അണിനിരന്നു. ഇവിടെ നിന്നൊരു അറസ്റ്റ് സാധ്യമല്ല എന്നുള്ളത് തന്നെയായിരുന്നു ആ നിലപാട്. ആ നിലപാടിനോട് അതിൽ ചർച്ചയ്ക്കായിട്ടാണ് ഇപ്പോൾ ഇതാ ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷ് അവിടെ എത്തിയത്. അതിനൊടുവിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാൻ, ആദ്യം ചെറിയ നോയ്സ് ഉണ്ടായിരുന്നു, തുടരാം. പിടികൂടിയിട്ടുണ്ട്. ഇതിനോടകം 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശേഷിക്കുന്ന 6 പേർ കൂടെയാണ് ഇനി പിടിയിലാകാനുള്ളത്. അവരുടെ പട്ടികയാണ്, അതായത് ആകെ 10 പേരുടെ പട്ടികയാണ് കൈമാറിയത്. ഇതിൽ 4 പേർ ഇതിനോടകം കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ശേഷിക്കുന്ന 6 പേരെ കൂടി വിട്ടുകിട്ടണമെന്നതാണ് പോലീസിന്റെ ആവശ്യം. പക്ഷേ അവർ പാർട്ടി ഓഫീസിൽ ഇല്ല എന്ന നിലപാടാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അവർ ഉണ്ടെന്ന നിലപാടിൽ പോലീസും ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് സംഘർഷ സമാനമായ ഒരു സാഹചര്യം ഉടലെടുത്തത്. അതിനൊടുവിൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതാക്കളുമായി ഉൾപ്പെടെ നടത്തിയ ചർച്ചയിലാണ് പോലീസ് ഇവിടെ നിന്ന് പിൻവാങ്ങാം, അവരെ ഉടൻ പോലീസിനെ കൈമാറും എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ശേഷിക്കുന്ന 6 പേരെ കൂടി ഉടൻ പോലീസിന് കൈമാറും, അല്ലെങ്കിൽ അവർ പോലീസിന് മുമ്പിൽ സറണ്ടർ ചെയ്യും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആ ഉറപ്പിലാണ് ഇപ്പോൾ ഇവർ പിൻവാങ്ങുന്നത് എന്നാണ് സൂചന. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഏരിയ കമ്മിറ്റി ഓഫീസിന് അടുത്തേക്ക് ADGP H വെങ്കടേഷ്, അദ്ദേഹത്തിനൊപ്പം റേഞ്ച് DIG-മാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഏരിയ കമ്മിറ്റി ഓഫീസിനടുത്തേക്ക് വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയാണ്. ഒരുപക്ഷെ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായാണ് അവിടേക്ക് എത്തുന്നത് എന്നതിൽ വ്യക്തത വേണം. അവർ ഇപ്പോൾ ഈ ഒരു വട്ടം പിൻവാങ്ങിയ ശേഷം വീണ്ടും അവിടേക്ക് തന്നെ എത്തുകയാണ്.